അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ല, നമുക്ക് നല്ല ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂസൻ്റെ മസാല കൊണ്ട് റമളാൻ മാസത്തിൽ വരുന്നത്. അപ്പോൾ റമളാൻ മാസത്തിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയെന്ന് ഒരു നല്ല അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മൾ സമൂസക്കാണെങ്കിൽ അത് പരത്തണം, കട്ട് ചെയ്യണം, പിന്നെ പാനിലിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ കുറേ പണിയുണ്ടല്ലോ. ഇപ്പോൾ സമൂസൻ്റെ മസാല കൊണ്ട് ഇതുപോലെ പരത്താനും കട്ട് ചെയ്യാനൊന്നും പണിയില്ല. ഈസി ആയിട്ട് നമുക്ക് റമളാൻ മാസം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക്, കമൻറ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഫ്രൈഡേ പാർക്കിൽ പോകുന്നുണ്ട്. അന്നേരം അവിടുന്ന് മസാല കൊണ്ട് പോയിട്ട് ഞാനും മക്കളെല്ലാം അവിടുന്ന് സമൂസ കൂട്ടിയിട്ട് സമൂസേൻ്റെ ലീവ്സ് വാങ്ങിയാൽ മതിയല്ലോ. മസാല കൊണ്ടുപോയി സമൂസ അവിടുന്ന് ആക്കിയിട്ട് പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ. തണുപ്പായതുകൊണ്ട് പിന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഒരു സോഫ്റ്റ് ടൈപ്പ് അങ്ങനെ അതിനുവേണ്ടി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് സവോള ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അധികം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സവോള കട്ട് ചെയ്ത് അത് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നാടൻ പലഹാരം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയെന്നല്ല നല്ല അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവാള വെന്ത് വരുമ്പോൾ നമുക്ക് അതിൽ ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആക്കണ്ട. പേസ്റ്റ് ആക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് കുഴഞ്ഞു പോകും. നമ്മൾ സമൂസയും ഇതുപോലത്തെ പലഹാരയിലും അങ്ങനെ കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നില്ല നല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഉപ്പ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പും കൂടെ ഇതിലിട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാനവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകാണ്. പച്ചമുളക് കുറച്ചധികം തന്നെ എടുക്കുക. നല്ല എരിവോട് കൂടിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് അല്ലേ. സമൂസക്കായാലും എന്തിനായാലും കുറച്ച് എരിവ് കൂടുതൽ. അപ്പോൾ പച്ചമുളക് ഫുള്ള് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നില്ല, കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വേണം, അതങ്ങോട്ട് ഞാൻ ബോയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഫുൾ വീഡിയോ അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യുന്നില്ല, ലെങ്ത്ത് കൂടുന്നതായിട്ട്. പിന്നെ വേണ്ടത് പച്ചക്കറിയാണ്. ബീൻസും ക്യാരറ്റ് ചെറിയ ചെറിയ പൊടിയാക്കി കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചിക്കന് ബോയിൽ ഒന്ന് ജസ്റ്റ് വേവിച്ച് ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചിട്ട് അതും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ വെന്തതാണല്ലോ അത് അതിലിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി എല്ലാം യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തത് എടുത്തിട്ടൊരു പാത്രത്തിലിട്ടിട്ട് നന്നായി ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മസാല, ചിക്കനും പച്ചക്കറിയെല്ലാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, അത് ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത ഒരു സവാള അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാള മതി കേട്ടോ. നമ്മൾ നേരത്തെ സവാള വഴറ്റിയതുണ്ട്. പിന്നെ ഒരു നല്ലൊരു വെളിച്ചെണ്ണൻ്റെ ഈ പച്ചമുളകിൻ്റെ എല്ലാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ സാധാരണ സമൂസ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയ സമൂസൻ്റെ മസാല ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ
ഒന്ന് ഇതുപോലെ ആക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം സവാള ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളകും പിന്നെ കറിവേപ്പില മല്ലിയില എല്ലാം വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കാം, നേരത്തെ റെഡിയാക്കിയ മസാലയില്ലേ, ഉരുളക്കിഴങ്ങും ചിക്കനിലിട്ട് അതിലൊന്നിട്ട് കൊടുക്കുക. അങ്ങനെ അതിൽ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ ഞാൻ പിന്നെ ഈ നമുക്ക് പാർക്കിൽ കൊണ്ടുപോകേണ്ട മസാല ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുന്നത് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമൂസൻ്റെ മസാല ആക്കിയതിന് ശേഷം ഉള്ള എൻ്റെ കിച്ചൻ്റെ അവസ്ഥയാണ് ഇത്. കണ്ട അങ്ങനെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മസാല ഞാൻ എന്താക്കി കുറച്ച് അങ്ങോട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഫുള്ള് വെച്ച് പിന്നെ കുറച്ച് നമുക്കിപ്പോൾ പലഹാരമാക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യട്ടെ, എന്നാലേ നമുക്ക് മാവെല്ലാം കുഴക്കാൻ നമ്മൾ ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പണിയെടുക്കുമ്പോൾ ഒരു സന്തോഷമേ ഉണ്ടാവില്ല ഇങ്ങനെ വൃത്തികേടായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതിന് ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം. നമുക്ക് എത്രയെന്ന് പിന്നെ ഈ പലഹാരം ഉണ്ടാക്കേണ്ട അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൽ തിളച്ച എണ്ണ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കും. നന്നായി തിളച്ച എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ലല്ലോ, നല്ല ചൂടുണ്ടോ. അതുകൊണ്ട് ഉപ്പിട്ടിട്ട് ഒരു സ്പൂണോട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ എണ്ണ പൊടിയിൽ എല്ലായിടത്തും ആയതിനു ശേഷം നമുക്ക് എന്താക്കാം, കൈ കൊണ്ട് തന്നെ അത് തണുത്തിട്ടുണ്ടാവും, അന്നേരം കൈ കൊണ്ട് അതിൻ്റെ എണ്ണ ഒഴിച്ചാൽ ഒരു കട്ട പോലെ ഉണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ജസ്റ്റ് ഉപ്പിട്ട് കൊടുക്കണേ, ഉപ്പിടാൻ മറന്നു പോകാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് പൊടിയിൽ മൊത്തം മുഴുവനായി എണ്ണ ആയാൽ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട്. അധികം ഹാർഡായാൽ നമുക്ക് പരത്താൻ കഴിയില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി കോല് കൊണ്ടല്ല പരത്തുന്നത്, അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എടുക്കുക. നമുക്കൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഈ കഴുകി വെച്ച പാത്രമെല്ലാം അതിൻ്റെതായ സ്ഥലത്ത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കെന്താക്കാം, ഇത് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ കഴുകിയ പാത്രമെല്ലാം അങ്ങോട്ടെടുത്ത് വെച്ച് കിച്ചണിൽ നല്ല വൃത്തിയായി. ഇന്ന് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച സാധനം ചെറിയൊരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് ഇതുപോലത്തെ ഒരു നമ്മൾ അരിപ്പ കയ്യിലില്ലേ, എണ്ണയിൽ നിന്ന് നമ്മൾ അപ്പെല്ലാം കോരിയെടുക്കുന്ന അതുപോലത്തെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ കട്ടിബോർഡിലോ അല്ലെങ്കിൽ വെച്ചിട്ടെടുക്കാം. ഞാൻ ഇതിലാണ് വെക്കുന്നത്, ഇതിലാകുമ്പോൾ നല്ല ഈസിയാണ്. ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. പരത്താനോ കട്ട് ചെയ്യാനോ സമൂസൻ്റെ ലീവ്സ് നമുക്ക് ചൂടാക്കിയിട്ട് വേറെ ആക്കാനോ ഒന്നും പണിയില്ല. നമുക്ക് നോമ്പൊന്നും ഇട്ടിട്ട് ഈസി ആയിട്ട് ഇതുപോലത്തെ പലഹാരം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ അടിപൊളി ഈ സമൂസയ്ക്ക് പകരമുള്ള നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആവുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കണ്ട അടിപൊളിയാന്ന് കേട്ടോ. നല്ല എരിവെല്ലുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. കുറച്ചധികം നല്ല കട്ടിയിലാണ് പരത്തുന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.